അങ്ങനെ 11 വോട്ടുകളോടെ ജിൻഡോ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക്. 11 വോട്ടുകളാണ് ജിൻഡോയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ബാക്കി 5 വോട്ടുകളോളം ഏകദേശം നമ്മുടെ ഗബ്രിക്ക് പോയിട്ടുണ്ട്. പിന്നെ ശ്രീതു ആണെങ്കിലും അഭിലാഷ് ആണെന്നുണ്ടെങ്കിലും രണ്ടുപേരും സെൽഫായിട്ടാണ് അവിടെ വോട്ട് ചെയ്തത്. അപ്പോൾ അത്രയും വോട്ടുകൾ ഒഴിച്ച് മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള വോട്ടുകളെല്ലാം തന്നെ ജിൻഡോയിലേക്കാണ് വന്നത്. ജിൻഡോ ക്യാപ്റ്റൻ ആകണമെന്നാണ് വീട്ടിലെ ഭൂരിപക്ഷം പേരും ആഗ്രഹിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, അടുത്ത ആഴ്ച കണ്ടന്റ് വേണമെന്നുണ്ടെങ്കിൽ ജിൻഡോ ക്യാപ്റ്റൻ ആകണം എന്നാണ് അവർ കരുതുന്നത്. എന്നാലേ വീടിനുള്ളിൽ വഴക്കും വക്കാണവും ഒക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് അവരുടെ കാര്യം എന്ന് പറയുന്നത്. അതിനെയാണ് ജിൻഡോനെ അവർ ക്യാപ്റ്റനാക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും ജിൻഡോനെ ക്യാപ്റ്റനാക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം മുതൽ അവർ ചർച്ചകൾ തുടങ്ങിയതാണ്. എന്തായാലും ബിഗ് ബോസ് അവിടെ ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നു. പക്ഷേ ആ ട്വിസ്റ്റ് കൊണ്ടുവന്നതും ജിൻഡോനെ ക്യാപ്റ്റനാക്കാൻ വേണ്ടി തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ അവിടെ ഗെയിമാണ് വെച്ചതെങ്കിൽ ഒരു പക്ഷേ ജിൻഡോ തോൽക്കും. അങ്ങനെ തോൽക്കാൻ ചാൻസ് ഉണ്ട്. തോൽക്കുമെന്നല്ല, തോൽക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇങ്ങനൊരു വോട്ടിംഗ് നടക്കുന്ന സമയത്ത് അവിടെ ഭൂരിപക്ഷം പേരും ജിൻഡോനെയാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ജിൻഡോ തന്നെ വോട്ടിങ്ങിലൂടെ വിജയിക്കുമെന്നുള്ള കാര്യം ഷുവറാണ്. അതുകൊണ്ട് തന്നെയായിരിക്കണം ബിഗ് ബോസ് ഇങ്ങനെ ഒരു വോട്ടിംഗ് വെച്ചത്. എന്തായാലും വോട്ടിങ്ങിൽ 11 വോട്ടുകളോടെ ജിൻഡോ ഇപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ ആയിരിക്കുകയാണ്. വിജയെ പ്രഖ്യാപിച്ചിട്ടില്ല. നമുക്കവിടെ ക്യാമറയിൽ കാണിക്കുന്നുണ്ടായിരുന്നു എത്ര പേര് വോട്ട് ചെയ്യുന്നു, ആർക്കൊക്കെ വോട്ട് ചെയ്യുന്നു എന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ 11 വോട്ടുകളാണ് ജിൻഡോയ്ക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ 11 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഏകദേശം 5-6 വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്തായാലും ഉണ്ടായിരിക്കും ജിൻഡോയ്ക്ക് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്.